ഡയറക്ടറും നടനുമായിട്ടുള്ള ബേസിൽ ജോസഫിൻ്റെ പുതിയൊരു ലുക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അദ്ദേഹത്തിന് വണ്ണമൊക്കെ കുറച്ച് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടൊക്കെയാണ് പുതിയ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് വണ്ണം കുറച്ചത് എന്ന് അറിയാനായിട്ട് എനിക്കൊരു കൗതുകം ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കണ്ടു നോക്കിയപ്പോൾ അദ്ദേഹം വളരെ ശാസ്ത്രീയമായ രീതിയിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് വെയിറ്റ് കുറച്ചത്. ലൈക്ക് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആയിരുന്നു. നോട്ട് ലൈക്ക് പട്ടിണി കിടന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അങ്ങനത്തെ വെയിറ്റ് ലോസ് ആയിരുന്നില്ല. പ്രോട്ടീൻ കൂടുതൽ കഴിച്ചിട്ട് കാപ്സൊക്കെ കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, പിന്നെ ഈ പറയുന്ന പോലെ ഓയിൽ കണ്ടൻറ്റ് ഉള്ള ഫുഡ് കുറയ്ക്കുക, ഗുഡ് ഫാറ്റ് എന്നൊക്കെ പറയണ പോലെ അങ്ങനെ എല്ലാം കൃത്യമായിട്ട് അളന്ന് മറ്റേ ആപ്പിൽ നോക്കിയിട്ട് എത്ര കാലറി, ഒരു മീലിന് എത്ര കാലറി, ഒരു 350 കാലറി. നല്ലവണ്ണം പാടുപെട്ട് നല്ലവണ്ണം അധ്വാനിച്ച് തന്നെയാണ് വെയിറ്റ് കുറച്ചത്, അല്ലാതെ കുറുക്കു വഴികളൊന്നും തേടിയിട്ടില്ല. അതുപോലെ ചില വെള്ളം കലക്കി കുടിക്കുക, ഈ മാർഗങ്ങളിലൂടെ ഒന്നും അല്ല അദ്ദേഹം വെയിറ്റ് കുറച്ചത്. കുറേ നാളുകൾക്ക് മുമ്പ് എനിക്കും ഇതുപോലെ വണ്ണം വെച്ചായിരുന്നു. ഏകദേശം 95 കിലോ വരെ എനിക്ക് വെയിറ്റ് വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെയിറ്റ് കുറച്ചത്. അപ്പം അതും ഇതും കൂടെ ഏകദേശം സാമ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ടെക്നിക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ബേസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഇനി ഒത്തിരി പാടുകൊണ്ടാണ് ഞാനും വെയിറ്റ് കുറച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയാം. ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇടവിട്ടുള്ള ഉപവാസം, അതായത് 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നുള്ളത് മെത്തേഡാണ്. 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് കഴിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് കഴിക്കുന്നു, വൈകുന്നേരം നമ്മളൊരു 4 മണി അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ 5 മണി തൊട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ 6 മണി തൊട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ ഏകദേശം ഒരു 16 മണിക്കൂർ ഒരു വിൻഡോ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എനിക്ക് തോന്നുന്നു 2-3 വർഷമൊക്കെ ഞാൻ ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആസിഡിറ്റിയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗം തന്നെയായിരുന്നു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. വളരെ എഫക്റ്റീവാണ്. പിന്നെ അദ്ദേഹം ചെയ്ത വേറൊരു മെത്തേഡുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തീരുന്നതിന് 2 മണിക്കൂർ മുമ്പായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, നടക്കുകയും അതുപോലെ കാലറി ബേൺ ചെയ്യാനായിട്ട് നോക്കും. അപ്പം ഓൾറെഡി നമ്മുടെ ശരീരം ഒരു ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പിൽ നിന്നെല്ലാം എനർജി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ശരീരം മൂവ് ചെയ്യും, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് പോകാനായിട്ട് തുടങ്ങും. അപ്പം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം പോയി നല്ലോണം വർക്കൗട്ട് ചെയ്യും. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ല പാടാണ്, നല്ല തളരും, നല്ല വിയർക്കും, നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ. വെള്ളം കുടിക്കാതിരിക്കരുത്, കുഴഞ്ഞു വീഴും. പിന്നുള്ള അദ്ദേഹം ചെയ്തൊരു കാര്യം, പ്രോട്ടീൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും കാർബോഹൈഡ്രേറ്റ് നല്ലോണം കുറയ്ക്കുകയും ചെയ്തു. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അരിയാഹാരങ്ങൾ, അതുപോലെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന പുട്ട്, അപ്പം, ഇതെല്ലാം നമ്മുടെ അരിയാഹാരങ്ങളാണ്. അതിന് പകരം അദ്ദേഹം പ്രോട്ടീൻ കൂട്ടി. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ചിക്കൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ, മീന്, അതുപോലെ മട്ടൻ, ബീഫൊക്കെയാണ്. മട്ടൻ ബീഫൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ചിക്കനും അതുപോലെ എഗ്ഗും ഒക്കെയാണ് നല്ലത്. അപ്പോൾ പ്രോട്ടീൻ എല്ലാ ആഹാരത്തിനോടൊപ്പം ആഡ് ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു 90 കിലോ ഉണ്ടെന്ന് കരുതുക, 30 ഗ്രാം വെച്ച് ഓരോ ആഹാരത്തിനോടും പ്രോട്ടീൻ ആഡ് ചെയ്യുക. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കും രാത്രി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ 30 ഗ്രാം രാവിലെയും 30 ഗ്രാം ഉച്ചയ്ക്കും 30 ഗ്രാം രാത്രിയും കഴിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ശരീരത്തിലോട്ട് എത്തുകയും നല്ലതാണ്. ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇത് അദ്ദേഹം പറയാത്ത കാര്യമാണ്, പക്ഷേ ഞാൻ പറയുന്നൊരു മെത്തേഡ്. ആദ്യം നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, ആഹാരത്തിന് മുന്നോടിയായിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ആഹാരം കഴിക്കുക. ഫസ്റ്റ് കഴിക്കേണ്ടത് സാലഡ്സ് ആണ്. പച്ചക്കറികളും സാലഡുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കുക. കുക്കുംബറോ ക്യാരറ്റോ അല്ലെങ്കിൽ ഇലക്കറികളോ എല്ലാം കഴിക്കുക ആദ്യം. അത് കഴിഞ്ഞ ശേഷം പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് കഴിക്കുക, അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിൽ ഇറച്ചി നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുള്ളത്, ബേക്ക് ചെയ്തിട്ടുള്ളതൊക്കെയാണ് അത് കഴിക്കുക. പ്രോട്ടീൻ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സ്പൈക്കും അമിതമായിട്ടുണ്ടാവില്ല, വണ്ണം വയ്ക്കുന്നതും വളരെയധികം കുറയും. അടുത്തൊരു പോയിന്റ്, വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മാർഗ്ഗമാണ്, നമ്മൾ കഴിച്ചതിന് ശേഷം ആദ്യത്തെ 30 മിനിറ്റിനകത്ത് ഒരു 10 മിനിറ്റെങ്കിലും നടക്കണം. ഓക്കെ, ആദ്യത്തെ 30 മിനിറ്റിനകത്ത്. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഈ ഷുഗർ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ആഹാരം പൊടിയുമ്പോൾ ഉണ്ടാവുന്ന ആ എനർജി നമ്മുടെ മസിൽസിലോട്ട് പോകും. അതിങ്ങനെ രക്തത്തിൽ ഇങ്ങനെ കലങ്ങി നടക്കില്ല. അതൊരു വണ്ണം കുറയ്ക്കാനൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ചെയ്യുക, വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അപ്പോൾ അദ്ദേഹവും മസിലൊക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രെയിലറിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മസിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ തന്നെ ചെയ്യണം. അതും എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ഡി ഇന്നർ സർക്കിൾ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രിപ്ഷനിലൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രമേഹത്തിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം, ഡയബറ്റിക്കിന് ആയിട്ടുള്ള പേഷ്യൻസിനുള്ള കോംപ്ലിക്കേഷൻസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതുപോലെ രക്തസമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാമെന്നെല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിനെ ഞാൻ എങ്ങനെയാണെന്നുള്ള എല്ലാ ദിവസവും ഉള്ള പ്ലാനുകൾ വരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനോടൊപ്പം അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം,
പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയ ഉൽപ്പന്നങ്ങൾ കുറച്ചു, ഇല്ലാതാക്കി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഞ്ചസാര എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചായയിലിട്ട പഞ്ചസാര മാത്രമാണ്, അല്ലെങ്കിൽ കാപ്പിയിലിടുന്ന പഞ്ചസാര. അതല്ല, നമ്മുടെ കേക്ക് ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ബേക്കറിയിലുള്ള എല്ലാ പലഹാരങ്ങളിലും ഈ പഞ്ചസാര ഉണ്ട്. അത് കൃത്രിമമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടും. അത് ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ദിവസവും നടക്കുകയും ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായി വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. ഒരു മാസം കൊണ്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നത്. ഒരു 6 മാസം 8 മാസമൊക്കെ എടുക്കുമ്പോൾ നല്ലവണ്ണം നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. വളരെ എനർജി കൂടും. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനർജി കൂടി, കുറച്ചും കൂടെ ആലോചിക്കാനായിട്ട് പറ്റുന്നുണ്ട്, അതുപോലെ ചെറുപ്പമായിട്ട് തോന്നുന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് വിടാൻ തോന്നുന്നില്ല. ഇപ്പോൾ ആ ഒരു ലൈക്ക് ആ ഫിറ്റ്നസിൻ്റെ ഒരു ഹരമുണ്ടല്ലോ, അത് കയറിയതിന് ശേഷം പിന്നെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ തന്നെയുള്ള രീതിയിൽ തന്നെ. ഇത് അതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക എന്നൊക്കെ പറയണ പോലെയൊക്കെ തന്നെയാണ്. അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കണോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ശരിക്കും വൈറ്റമിൻ ഡി എന്നുള്ള സപ്ലിമെൻ്റ് അല്ലാതെ വേറൊരു സപ്ലിമെൻറ്റ് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. വൈറ്റമിൻ ഡി നമ്മൾ വെയിലത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ മീനിൽ നിന്നും മുട്ടയിൽ നിന്നൊക്കെ കിട്ടുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ആഹാരത്തിലൂടെ തന്നെ ലഭിക്കും. അപ്പോൾ ഈ രീതിയിൽ ആഹാരം കഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് വണ്ണം കുറയ്ക്കാനും കഴിയും, അതുപോലെ തന്നെ നമ്മൾ ഫിറ്റായിട്ടിരിക്കാനും കഴിയും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ്, ഉറക്കം. ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ അഡീഷണലായിട്ട് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ബോഡിക്ക് ഒട്ടും നല്ലതല്ല. അപ്പോൾ അത് ഒഴിവാക്കണം. അതിനുവേണ്ടി കൃത്യമായി ഉറങ്ങുകയും ചെയ്യണം. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ബുക്ക് എടുത്ത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് പോയാൽ നമുക്ക് തന്നെ അത് ചെയ്യാനായിട്ടുള്ള കുറച്ചുകൂടി ഒരു ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ടെക്നിക്ക്. ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നോട്ട് ചെയ്ത് വരുമ്പം നമ്മൾ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ചെയ്തു നോക്കി ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാനും ഇതേ രീതിയിൽ തന്നെയാണ് വെയിറ്റ് കുറച്ചത്. ആക്ച്വലി വെയിറ്റ് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റിലോട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് തീരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വ്യായാമം ചെയ്യാൻ ശ്രമിച്ചു, നടക്കാൻ ശ്രമിച്ചു, കുറച്ച് കാലറി കൂടുതൽ ബേൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു, കൂടുതൽ പ്രോട്ടീൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും കാർബോഹൈഡ്രേറ്റും അതുപോലെ പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തി കാർബോഹൈഡ്രേറ്റ് കുറച്ച് മാത്രം കഴിക്കാൻ തുടങ്ങി. ഈ രീതിയിലൊക്കെ കൃത്യമായി ചെയ്യുകയും ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട് ഉണ്ടായി. എന്നിട്ടാണ് നമ്മൾ ജിമ്മിൽ പോയി റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എടുക്കാൻ തോന്നിയത്. അതായത് കുറച്ചുകൂടെ വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയതുകൊണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 10-12 കിലോ എനിക്ക് കുറയ്ക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ സിസ്റ്റമാറ്റിക് ആണ്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുന്ന മെത്തേഡ് തന്നെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു ഇൻഫർമേഷൻ ആണെന്ന് തോന്നി. കാരണം ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വിശ്വസനീയമാവും, കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ പറഞ്ഞത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.